खुल गई रे तकदीर। ए मिठू, अगर मेरा ये काम हो गया तो मैं तेरे सोने के पिंजरे को हीरो से सजा दूंगा। ए, इधर देख, इधर सिर्फ 2 ही चेक पोस्ट बाकी है। 5 करोड़ 5। लेकिन अगर ये मेरे हाथ से निकल गया ना, तो मैं तुझे जान से मारकर बिल्ली को खिला दूंगा, समझा? बॉस जूडियर, हम लोग इंजे का रेंज छोड़ के आगे जा रहा है। सिर्फ एक ही चेक पोस्ट बाकी है। वेल डन बॉयज, वेल डन। मैं तुम लोग को एक चेक पोस्ट पास करने के लिए 25 मिनट देता हूं और सामान हैंडओवर करने के लिए 10 मिनट। अभी टाइम क्या हुआ है? 6:15 बॉक्स। ഇതൊന്ന് പരിശോധിക്കണമല്ലോ. ഇരുമുടി കെട്ടല്ലേ സാർ? എന്തായാലും ചെക്ക് ചെയ്ത് വിടാനാണ് ഓർഡർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ സാർ രാവിലെ വലിയൊരു സന്നാഹം? ഒരു ചുവപ്പ് വാൻ കാത്ത് നിൽക്കുക. ചെറിയൊരു പെറ്റി കേസ്. ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് നിന്നാ വരവ്. അല്ല, അന്നത്തെ പോലെ ഒന്ന് കോള് ഒത്തോ? ഒത്തു. ഒരു കൂട്ടം സിംഹവാലന്മാർ വഴിതെറ്റി ഇങ്ങേ മലയിലേക്ക് ആടി. 2 ദിവസമായിട്ട് അവന്മാരുടെ പിറകെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പട്ടിണിയായി. നല്ല വിശപ്പുണ്ട്. വരട്ടെ സാർ. ഓക്കെ, ക്യാരി ഓൺ. ആരാ സാർ അത്? വനം വകുപ്പിന്റെ സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങി കാട്ടിൽ കഴിയുന്ന ഇന്റർനാഷണൽ TV-കാരവർ. നല്ല ടീമാ. बॉस, द टाइम इज 6:53. सामान हैंड ओवर कर दिया. और हाँ, एक बात और, हमारी साइबेरियन चिड़िया रास्ता भूलकर वहीं कहीं रबर एस्टेट में भटक रही है. उसका पता लगाओ. मैं बाद में फोन करता हूं.
ദേ ഇവിടെ ഇതാണ് റബ്ബർ എസ്റ്റേറ്റ്. ഇത് വിഷമൊന്നും അല്ല. മരത്തെ കയറുന്ന ഡാൻസ് ചെയ്താൽ നേരം വേണമെന്ന് അടിക്ക്. 1-2 തുള്ളി ചട്ടയെ വേണമെന്ന് വെച്ച് കത്തിപ്പോകത്തൊന്നുമില്ല. ഓ എന്നാടാ ഒരു കോ പിടിച്ചില്ലായിരിക്കും. ഇങ്ങോട്ടൊന്ന് നേരം വേണമെന്ന് അടിച്ചേ. നിന്ന ഞാൻ എടോ ശമ്പളം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഈ സീസണിൽ 10 പുത്തൻ പമ്പാ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നീ ഇങ്ങനെ നിരങ്ങി ജോലി ചെയ്താൽ ഈ പമ്പും ആ പമ്പും എന്റെ പറമ്പും ബാങ്ക് കയറി കൊണ്ടു. ഒന്ന് ആവേശത്തോടെ അടിക്കാവേ. എനിക്കാണെങ്കിൽ ഒരു ദിവസം തുരിശിന്റെ മണം അടിച്ചില്ലേ, അന്ന് ചോറ് ഇറങ്ങത്തില്ല മുതലാളി. അതാടാ തൊഴിലിനോടുള്ള കൂറ്. തുരിശടിച്ചില്ലേ റബ്ബറിലൊക്കെ പുഴുവും പൂച്ചയും കയറി നിരങ്ങും. റബ്ബർ ക്ലോസ്. റബ്ബറില്ലേ ടയറില്ല, ടയറില്ലേ കാറുമില്ല ബസ്സുമില്ല, കാറും ബസ്സുമില്ലേ പുരോഗതിയില്ല. അപ്പൊ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്നതാടാ? തുരിശ്. തോട്ടം മുതലാളിമാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവര് തുരിശടിക്കാൻ ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പോകുന്നേ. ഹെലികോപ്റ്റർ കൊണ്ടുവരും, പക്ഷെ തുരിശടിക്കാനാവില്ല. മുതലാളിമാർക്ക് ആകാശത്തുനിന്ന് എസ്റ്റേറ്റ് കാണാനായിരിക്കും. എടാ ബാല, ഇന്നലെയുമല്ല അപ്പനപ്പന്മാരുടെ കാലം തൊട്ട് തുടങ്ങിയതാ ഈ പണി. ചാക്കോയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം ഓറെ മാതാവാണ് സത്യം. ചാക്കോ തന്നെ തുരിശടിക്കും. എന്തായാലും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരുന്ന ഹെലികോപ്റ്റർ എന്നതാണോ? എല്ലാവരോടുമായി ഒരു കാര്യം പറയാനാ ഞാൻ വന്ന്. ചാക്കോ ഇപ്പൊ പോ, ഞങ്ങള് വേറൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. വേറൊരു കാര്യം സംസാരിക്കാൻ തന്നെ ഞാനും വന്നേ. മുതലാളിമാര് എന്റെ അന്നം മുട്ടിക്കരുത്. എന്റെ അപ്പനപ്പന്റെ കാലം തൊട്ട് പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാ തുരിശടി. അത് ചെയ്യണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ആരും പറഞ്ഞില്ല. പക്ഷെ ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പോണെന്നോ തുരിശടിക്കാൻ പോണെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. കേട്ടല്ലോ. കേട്ടു. എന്നാൽ അത് നേരാ. അയ്യോ മുതലാളിമാരെ, ഹെലികോപ്റ്ററിൽ തുരിശടിച്ചാൽ മരുന്ന് ഇലയുടെ മേൽഭാഗത്ത് മാത്രമേ വീഴൂ, അടിഭാഗത്ത് വീഴില്ല. അങ്ങനെയല്ല ചാക്കോ, താൻ തുരിശടിച്ച ഇലയുടെ മോൾ ഭാഗത്ത് മാത്രമേ വീഴൂ. ഹെലികോപ്റ്റർ ആകുമ്പോൾ ഇല മുഴുവൻ കാറ്റിലിറങ്ങി ഇലയുടെ മുകളിലും താഴെയും തുരിച്ചു വീഴും. അങ്ങനെ ആകെ ഇളകിയ മരത്തിന് കേടല്ലേ തണ്ണി മുതലാളി? അല്ല സണ്ണി മുതലാളി. ആ കേട് ഞങ്ങൾ സഹിച്ചു. മുതലാളിമാരെ, നിങ്ങളെയൊക്കെ നമ്പി ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 10 പുതിയ പമ്പ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ചതിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചാക്കോ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് മരുന്നടിക്കാൻ വേറെ തോട്ടം കാണിച്ചാ. ചാക്കോ ഒരു കാര്യം, ആലങ്കോട്ട് കുറെ തോട്ടമുണ്ട്, അങ്ങോട്ട് ചെല്ല്. ചാണ്ടി മുതലാളി അവിടെയും തോട്ടം വാങ്ങിയോ? ഞാൻ അറിഞ്ഞില്ല. എന്റെ തോട്ടമല്ല, ആലങ്കോട് ജംഗ്ഷനിൽ ചെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, കാണിച്ചു. എന്നെ ഒന്ന് ആക്കിയതാണല്ലേ? അതെ. എടോ, ഞങ്ങളുടെ തോട്ടത്തിൽ എങ്ങനെ തുരിശടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. താജല്. ഓഹോ, അപ്പൊ എല്ലാം ഉറപ്പിച്ചു. എന്നാലേ ഞങ്ങളും ചിലത് ഉറപ്പിച്ചു. ഞങ്ങളോ? അതെ, ഞാനും എന്റെ തൊഴിലാളികളും. നിങ്ങളെ പോലെ കണ്ണി ചോരയില്ലാതെ തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന ഒരു ബൂർഷ്വാ മുതലാളിയാകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പാരമ്പര്യമായി തുരിശടിക്കുന്ന എല്ലാ തോട്ടങ്ങളിലും തുരിശടിക്കുന്നത് ഞാനും എന്റെ 14 തൊഴിലാളികളുമായിരിക്കും. ഒരു കോപ്പറുകാരനെ ആകാശത്തൂടെ ഭൂമിക്കൂടെ ഞങ്ങൾ അവിടെ കയറ്റത്തില്ല. എന്ന് പറയാൻ നിന്റെ അപ്പന്റെ സ്വത്തായിരിക്കണം. എന്നാ ചെയ്യാനാ? ചുമ്മാ കിടന്ന കാട് കയ്യേറി വിൽക്കാവുന്ന മരങ്ങളെല്ലാം വെട്ടി വിറ്റ് പകരം കുറച്ച് ഉണക്ക് റബ്ബർ വെച്ച് പിടിപ്പിച്ച് MLA-മാരെയും മന്ത്രിമാരെയും ചാക്കിട്ട് 100-500 ഏക്കറിന് പട്ടയം ഒപ്പിക്കാൻ എന്റെ അപ്പച്ചന് ബുദ്ധിയില്ലാണ്ട് പോയി. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പോലെ ഞാനൊന്ന് സൂചിച്ചാനെ. അയ്യോ, ചാണ്ടി മുതലാളിയുടെ അപ്പച്ചൻ സായിപ്പന്റെ കൂടെ നടന്ന് അങ്ങനെ കമത്തി അടിച്ചുണ്ടാക്കിയതാണ് ഇഞ്ചക്കാടൻ എസ്റ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല.